കഴിഞ്ഞ കുറച്ച് നാളുകളല്ല, പ്രത്യേകിച്ചും 2018 പ്രളയത്തിന് ശേഷം നമ്മൾ കൂടുതലായി ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കേരളത്തിലെ ജലവിഭവങ്ങളുടെ ശരിയായിട്ടുള്ള രീതിയിലുള്ള പരിപാലനവും മാനേജ്മെൻറ്റും, പ്രത്യേകിച്ചും കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ. ഇപ്പോൾ കാലാവസ്ഥാ മാറ്റം ഒരു യാഥാർത്ഥ്യമാണ്. പ്രസിഡന്റ് ട്രംപ് അതൊരു മിത്താണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം അദ്ദേഹവും അംഗീകരിച്ച മട്ടാണ്. കാലാവസ്ഥാ മാറ്റം ലോകത്തെമ്പാടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ 1880കളിൽ നമ്മളുടെ വ്യവസായവൽക്കരണം തുടങ്ങിയ സമയത്ത് നമ്മൾ കണക്കൂട്ടി നോക്കിയാൽ നമ്മളുടെ അന്തരീക്ഷ താപനില ഏകദേശം 1.2 ഡിഗ്രി ഇപ്പോൾ കൂടിക്കഴിഞ്ഞു. അത് 1.5 ഡിഗ്രി കൂടുന്നൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ 7 ഇരട്ടി വരെ കൂടും എന്നാണ് പറയുന്നത്. അതായത് പ്രളയം ഇപ്പോൾ 2 എണ്ണം ഉള്ളത് 14 എണ്ണമാവും, അല്ലെ 2 പ്രാവശ്യം നമുക്ക് വരൾച്ച വർഷത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് 14. അതേപോലെ 7 ഇരട്ടി വരെ നമ്മളുടെ പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 1.5 ഡിഗ്രിയാണ് ത്രഷോൾഡായി, വാതിൽപ്പടിയായി ആഗോള രാജ്യങ്ങൾ വെച്ചിരിക്കുന്ന ഒരു 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 നിരപ്പ്. അതിൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു ആലോചന. പക്ഷേ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു ദശകത്തിൽ 0.18 ഡിഗ്രി താപനിലയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ് ആസ് യൂഷ്വൽ. ഇതേപോലെയൊക്കെ പോയാൽ ഒരു 10 വർഷം കൂടുമ്പോഴും ഓരോ 10 വർഷത്തിലും 0.18 കൂടുന്നു. അങ്ങനെ നോക്കിയാൽ ഒരു നൂറ്റാണ്ട് കൊണ്ട് ഏകദേശം 2 ഡിഗ്രി താപനില കൂടും. അതായത് അടുത്ത നൂറ്റാണ്ട് ഇതേ സമയത്ത് നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള താപനിലയുടെ 2 ഡിഗ്രി ആയിരിക്കും ആവറേജ് കൂടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആകെ താപനില ഈ 1.2 എന്നുള്ളത് 3.2 കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് വലിയൊരു പ്രതിസന്ധിയിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. മഴയിൽ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും, താപനിലയിലുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും നമ്മുടെ കാലാവസ്ഥയുടെ എല്ലാ ഘടകങ്ങളെയും ബാധിക്കുന്നു. മഴയെ ബാധിക്കുന്നു, നമ്മളുടെ കാറ്റിനെ ബാധിക്കുന്നു, മഴയുടെ വിതരണക്രമത്തെ ബാധിക്കുന്നു. മഴയുടെ വിതരണക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണല്ലോ നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. നമ്മുടെ ആകെ മഴയുടെ അളവിൽ വലിയൊരു വ്യത്യാസം വരുന്നില്ല. കേരളത്തിൽ ശരാശരി നമുക്ക് 3000 മില്ലിമീറ്റർ മഴയാണ് കിട്ടുന്നത്. അതായത് ഒരു ഹെക്ടർ സ്ഥലത്ത് 3 കോടി ലിറ്റർ മഴവെള്ളം, അത്രയും വലിയ അളവിലുള്ള മഴ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ മഴയുടെ വിതരണക്രമം കഴിഞ്ഞ നാളുകളിൽ മാറുന്നതായിട്ടാണ് കാണുന്നത്. ശരാശരി 365 ദിവസത്തിൽ 120 ദിവസത്തോളം നമുക്ക് മഴ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു 90-95 ദിവസമായി ചുരുങ്ങി. അതിൻ്റെ അർത്ഥം ഒരേ അളവിലുള്ള മഴ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിതീവ്ര മഴകളാണ് ഇപ്പോൾ വരുന്നത്. എക്സ്ട്രീം റെയിൻഫോൾ ഇവൻറ്റ്സ്, വളരെ തീവ്രമായിട്ടുള്ള മഴകളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതും ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ പെയ്യുന്ന മഴയായിരിക്കില്ല, കുറച്ചപ്പുറം മാറുമ്പോൾ 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തുണ്ടാകുന്ന മഴ. അപ്പോൾ വലിയ രീതിയിലുള്ള വിതരണക്രമത്തിലുണ്ടാകുന്ന മാറ്റം വരുന്നു. തീവ്ര മഴ വരുന്നു. ശക്തമായ മഴ പെയ്യുമ്പോൾ ഭൂമിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നു. പെട്ടെന്ന് പാഞ്ഞൊഴുകുന്നു. ഒഴുകുമ്പോൾ വെള്ളമൊഴുകുന്ന സാധ്യതകളിലെല്ലാം പുഴയായാലും തോടായാലും കുളങ്ങളായാലും ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യേറ്റങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത കൂടുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ കാലാവസ്ഥാ മാറ്റമായിട്ട് ചേർന്ന് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവി കാലങ്ങളിൽ അതിനുള്ള സാധ്യതയും അതിനുള്ള പ്രശ്നങ്ങളുടെ രൂക്ഷതയും കൂടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ചാണല്ലോ ആദ്യം ചിന്തിക്കേണ്ടത്. അതാണല്ലോ ഇതിൻ്റെ നിദാനം. അപ്പോൾ ഈ കാലാവസ്ഥ മാറ്റം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോളതാപനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആഗോളതാപനത്തെക്കുറിച്ച് നമ്മളിപ്പം പറഞ്ഞു. 1.2 ഡിഗ്രി ഇപ്പം തന്നെ താപനില കൂടി. അത് 1.5 ഡിഗ്രി കൂടാൻ നമ്മൾ ഒരു കാരണവശാലും സമ്മതിച്ചുകൂടാ. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ പോയാൽ ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലേക്ക് 2 ഡിഗ്രി ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഈ എങ്ങനെയാണ് ആഗോളതാപനം ഉണ്ടാകുന്നതെന്നും കൂടെയുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, കുറേ പേർക്കൊക്കെ. അത് നമ്മൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ്, സാന്ദ്രത കൂടുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് സൂര്യനിൽ നിന്ന് മറ്റും പ്രതിഫലിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് ഭൂമിയിൽ തട്ടി പ്രതിഫലിച്ചു പോകുന്ന ഈ വികിരണങ്ങളെ ഈ വാതകങ്ങളുടെ പാളി വലിച്ചെടുത്ത് പിടിച്ചു വെക്കുന്നു. തൽഫലമായിട്ട് ഭൂമിയുടെ അന്തരീക്ഷ ചൂടാവുന്നു. ഭൂമിയുടെ അന്തരീക്ഷമാണ് ചൂടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്കതിൽ ചെയ്യാൻ പറ്റുന്ന 2 രീതിയാണ്. കാലാവസ്ഥ മാറ്റത്തെ 2 രീതിയിലാണല്ലോ നമ്മൾ നേരിടുന്നത്. ഒന്ന് ലഘൂകരണം, മിറ്റിഗേഷൻ എന്ന് പറയും. രണ്ടാമത്തെ പാർട്ട് റെസീലിയൻസ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, നമ്മൾ പൊരുത്തപ്പെടൽ. അപ്പോൾ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാവിയിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത ഭാവി തലമുറയെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാർബൺ ബഹിർഗമനം കുറയ്ക്കുക, കാർബൺ ന്യൂട്രൽ ആവുക. അപ്പോൾ ആ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ വേണം. നമ്മളൊരു ഓട്ടോറിക്ഷ പിടിച്ച് ബസ് സ്റ്റാൻഡിൽ ഇങ്ങോട്ട് വരുന്നതിന് വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ 3-4 പേര് ഒരുമിച്ച് വരുമ്പോൾ
ഒരു ഓട്ടോറിക്ഷ പിടിക്കുക. അങ്ങനെ 3 ഓട്ടോറിക്ഷയിലെ പുക വരുന്നതിന് പകരം ഒരു ഓട്ടോറിക്ഷ. അങ്ങനെയുള്ള പുതിയ പുതിയ സാധ്യതകൾ നമ്മൾ കണ്ടെത്തണം. നമ്മളുടെ വീട്, നമ്മളുടെ പരിസരം, നമ്മുടെ മദ്രസ, നമ്മളുടെ സ്കൂള്, ഇതൊക്കെ എങ്ങനെ കാർബൺ ന്യൂട്രൽ ആവാൻ പറ്റുമെന്ന് നോക്കണം. അപ്പം നമ്മളുടെ 2 ലൈറ്റ് ഇടുന്നതിന് പകരം 1 ലൈറ്റ് ഇടുക. അങ്ങനെ നമ്മൾ നോമ്പ് സമയത്തൊക്കെ ഭക്ഷണം വർജിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതേപോലുള്ള ട്രാൻസ്പോർട്ടേഷൻ, പുക പുറത്തുവിടുന്ന സാധ്യതകൾ, അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഓൺ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസിലേക്ക് മാറുക. മോളുടെ കല്യാണം ഉണ്ടെങ്കിൽ കാർഡ് അടിച്ച് കൊടുക്കുന്നതിന് പകരം ഡിജിറ്റൽ കാർഡ് ഉണ്ടാക്കി ആൾക്കാർക്ക് എല്ലാവർക്കും വാട്സപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയും കാർബൺ എമിഷൻ കുറയാണ്. അപ്പം ഈ കാർബൺ നോമ്പ് എന്നുള്ള രീതിയിലും കൂടെ ആലോചനകൾ വേണം. ഭക്ഷണം വർജിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെ നമുക്ക് അന്തരീക്ഷത്തെയും പരിസ്ഥിതിയും കൂടെ സംരക്ഷിക്കുക എന്നുള്ളൊരു ചിന്തയും കൂടെ ഇതിൻ്റെ കൂടെ മുന്നോട്ട് വരണം. അപ്പോൾ അതിന് പല സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, സാമൂഹികപരമായിട്ട് ചെയ്യാൻ പറ്റും, വ്യക്തിപരമായിട്ട് ചെയ്യാൻ പറ്റും, കൂട്ടായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള സാധ്യതകൾ കണ്ടെത്തേണ്ടതുണ്ട്. അതൊരു സൈഡ്. അവിടെയാണ് മിറ്റിഗേഷൻ വരുന്നത്. നമ്മൾ ലഘൂകരണം, ഈ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്. കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല, നമ്മൾ രാസവളം ഇടുന്നത് കുറച്ച് കഴിഞ്ഞാൽ നൈട്രസ് ഓക്സൈഡ് കുറയും. നമ്മൾ മീത്തൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിമൽ ഹസ്ബൻഡറിയിൽ കൂടെ വരുന്നൊരു വാതകമാണ്. ഒരു എ സിയിൽ കൂടെ വരുന്ന ചെറിയ ഹൈഡ്രോഫ്ലോറോ ക്ലോറോ കാർബൺസ് ഒക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഒരു എ സി വർക്ക് ചെയ്യാതിരുന്നാൽ എത്രത്തോളം അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഹരിതഗ്രഹ വാതകങ്ങളാണ് കുറയുന്നതെന്ന് അറിയുമോ? അപ്പോൾ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഈ ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് കൂടുതലെത്തുന്നത് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ മിറ്റിഗേഷൻ അല്ലെങ്കിൽ ലഘൂകരണത്തിൽ കൂടെ അർത്ഥമാക്കുന്നത്. അതിന് നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കാനുള്ള സമയമായി. രണ്ടാമത്തെ പാർട്ട് പൊരുത്തപ്പെടലാണ്. അതായത് കാലാവസ്ഥാ മാറ്റം ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് അംഗീകരിച്ചേ മതിയാവും. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതിയിലുള്ള പൊരുത്തപ്പെടൽ വേണം, നമ്മുടെ കൃഷി രീതിയിലുള്ള പൊരുത്തപ്പെടൽ വേണം, കൃഷി കലണ്ടർ മാറണം, അങ്ങനെ ഓരോ കാര്യങ്ങളിലും മാറ്റങ്ങൾ വരണം. ആ മാറ്റങ്ങൾ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് ഒരു പക്ഷേ നെല്ല് വിതയ്ക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ പറിച്ചു നടേണ്ട സമയത്ത് വെള്ളം കിട്ടുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൻ്റെ സീസണിൽ കൃഷി കലണ്ടറിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഓരോ സാധ്യതകളും നോക്കി നമുക്ക് പൊരുത്തപ്പെടൽ സംവിധാനങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. പുരപ്പുറ സോളാർ സംവിധാനങ്ങൾ കൊണ്ടുവരണം, മിയാവാക്കി ഫോറസ്റ്റുകൾ. ഈ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലുള്ളത് വലിച്ചെടുക്കുന്ന സംവിധാനങ്ങൾ കൂടി ഉണ്ട്. അതിനാണ് നമ്മൾ സീക്വസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ നല്ല ജൈവ പുഷ്ടിയുള്ള മണ്ണ്, നമ്മുടെ കാടുകൾ, നമ്മുടെ ജലാശയങ്ങൾ, സമുദ്രമാണ് ആകെയുള്ള അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് 25% വലിച്ചെടുത്ത് ഇല്ലാതാക്കുന്നത്. പക്ഷേ സമുദ്രത്തിലിപ്പോൾ ഒരു 2050 ആകുമ്പോഴത്തേക്ക് മീനിനെക്കാട്ടി കൂടുതൽ പ്ലാസ്റ്റിക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ മലിനീകരണവും ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ മലിനീകരണം കുറയ്ക്കാൻ സാധിച്ചാൽ തന്നെ നമുക്ക് ബഹിർഗമനവും കുറയ്ക്കാൻ സാധിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ കാർബൺ എമിഷൻ കുറയ്ക്കാൻ, കാർബൺ ന്യൂട്രൽ എന്നുള്ള വലിയൊരു ആശയത്തിലേക്ക് വരാൻ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് 2050 കേരളം കാർബൺ ന്യൂട്രൽ ആവും. പ്രധാനമന്ത്രി ഗ്ലാസ്ഗോയിൽ പോയി പ്രഖ്യാപിച്ചത് 2070 ഇന്ത്യ നെറ്റ് സീറോ രാജ്യമാവും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. അപ്പോൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ചേർത്തുകൊണ്ട്, SDGsമായി ചേർത്തുകൊണ്ട് നമുക്ക് എങ്ങനെ കാർബൺ ന്യൂട്രൽ ആവാൻ പറ്റും. കാർബൺ ന്യൂട്രൽ ആയുള്ള ഗുണം അന്തരീക്ഷത്തിലേക്കുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹരിതഗ്രഹവാതകങ്ങളുടെ അളവ് കാലക്രമേണ കുറഞ്ഞ് ഒരു 1.5 ഡിഗ്രി എന്നുള്ള ആ താപനിലയിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. യൂറോപ്പിലൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, അവർ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിനെ മൊത്തമായി പിടിച്ച് ഭൂമിയുടെ അടിയിൽ 800 മീറ്റർ 1 കിലോമീറ്റർ താഴെയുള്ള വലിയ അറകളിലേക്ക് സൂക്ഷിക്കുകയാണ്. അങ്ങനെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് ഭൂമിയുടെ ഉള്ളിലേക്ക് അടച്ച് സൂക്ഷിക്കുകയാണ്. അതൊന്നും നമ്മളെപ്പോലുള്ള രാജ്യത്തിന് നടക്കുന്ന കാര്യമല്ല, അത് വളരെ എക്സ്പെൻസീവാണ്, വളരെ ചിലവ് കൂടിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ രാജ്യങ്ങൾ ആലോചിച്ച് തുടങ്ങി. കാർബൺ കാർബൺ കൈമാറ്റങ്ങളെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങി. ഇപ്പോൾ കോഴിക്കോട് ഈ കോർപ്പറേഷൻ ഭാഗത്തു നിന്നുള്ള ഈ മലിന വസ്തുക്കളും ഇവിടുന്ന് പുറന്തള്ളുന്ന, ഇവിടുത്തെ വ്യവസായശാലകളിൽ നിന്ന്, ഇവിടുത്തെ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡും മറ്റ് വാതകങ്ങളും വലിച്ചില്ലാതാക്കുന്നത് നമ്മുടെ അപ്പുറമുള്ള കുന്നമംഗലത്തോ ഒളവെണ്ണയോ മറ്റോ ഒക്കെയുള്ള, അല്ലെ കടലുണ്ടിയൊക്കെയുള്ള ജലാശയങ്ങളും അവിടുത്തെ പാടശേഖരങ്ങളും മരങ്ങളും കുന്നുകളും വനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ കോഴിക്കോട് ഇവിടെ ഈ കൂടുതൽ കാർബൺ വമിപ്പിക്കുന്ന നമുക്ക് അവർക്കൊരു പൈസ കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ അതേപോലുള്ള സാധ്യതകളൊക്കെ ഭാവിയിൽ വരും. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും ജർമ്മനിയൊക്കെ ഇപ്പം എന്താ പറഞ്ഞാൽ അവർക്ക് കാർബൺ കൂടുതൽ സീക്വസ്ട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിർവീര്യരിക്കാനുള്ള സാധ്യത കുറവാണ്. അവർക്ക് വ്യവസായശാലകളുണ്ട്. ഏറ്റവും വലുതായിട്ടുള്ള ഫോക്സ് വാഗൺ പോലെയുള്ള വലിയ വാഹന വ്യവസായശാലകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? അതിന് തത്തുല്യമായിട്ടുള്ള മണി എമൗണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ ആഫ്രിക്കയിലെ ആമസോൺ കാടുകളും മറ്റും വികസിപ്പിക്കാൻ, അതിനെയൊക്കെ പരിപാലിക്കാൻ വേണ്ടി, പരിരക്ഷിക്കാൻ വേണ്ടി ആ ഒരു തുക ഉപയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാർബൺ ക്രെഡിറ്റുകളൊക്കെ നാളെ വരും. നിങ്ങളുടെ കൃഷിഭൂമിയിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കാർബൺ കുറയ്ക്കാനും കൂടുതൽ കാർബൺ ഭൂമിയിലേക്ക് എത്തിക്കാനും സാധിച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ പോക്കറ്റിലേക്ക് വരുന്ന, നിങ്ങളുടെ ബാങ്കിലേക്ക് വരുന്ന രീതിയിലുള്ള ആലോചനകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു.
അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പറഞ്ഞു വന്നത് കാർബൺ പിന്നെ ഈ കാലാവസ്ഥാ മാറ്റമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് നമ്മളുടെ കാലാവസ്ഥാ മാറ്റത്തെ ലഘൂകരിക്കാനുള്ള സാധ്യതകളും അതിനോട് പൊരുത്തപ്പെടാനുള്ള സാധ്യതകളും.